പാർവതിയുടെ വിവാഹശേഷം പാർവതിയുടെ അമ്മായിയമ്മ അസുഖം വന്ന് കിടപ്പിലായി. പാർവതി ഇതുവരെ അമ്മയും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രാമവാസികളും അവളെ ശപിക്കപ്പെട്ടവൾ, മച്ചി എന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. പാർവതി ഗ്രാമത്തിലെ വഴികളിലൂടെ പോകുമ്പോൾ അവിടെയുള്ള സ്ത്രീകൾ അവളെ ദേഷ്യത്തോടെയാണ് നോക്കിയിരുന്നത്. അതിരാവിലെ തന്നെ ഈ ശപിക്കപ്പെട്ടവളുടെ മുഖം കാണേണ്ടി വന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ ചീത്തയായിരിക്കും. സഹോദരി പറയുന്നത് സത്യമാണ്. ഈ ശപിക്കപ്പെട്ട മച്ചിയുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ദിവസം മുഴുവൻ ചീത്തയായിരിക്കും. ഇവൾ കാലുകുത്തിയതും അവളുടെ അമ്മായിയമ്മയ്ക്ക് അസുഖം ബാധിച്ചു. മാത്രമല്ല, ഇത്രയും കാലമായി ഇവൾക്ക് കുട്ടികളും ഉണ്ടായിട്ടില്ല. ഇവളെ കാണാതെ ജീവിക്കണം. പാർവതി ഗ്രാമനിവാസികൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം മാ ദുർഗ എന്നെങ്കിലും അവളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പാർവതിക്ക് വിശ്വാസമായിരുന്നു. ഇതേ വിശ്വാസത്തിൽ പാർവതി എന്നും മാ ദുർഗയ്ക്ക് പൂജ ചെയ്യുമായിരുന്നു. നവരാത്രി ആകാറായി. പാർവതി എന്നും വ്രതവും പൂജയും നടത്തി. അമ്മ, ഇതാ മാ ദുർഗയുടെ ക്ഷേത്രത്തിലെ പ്രസാദം. നിക്കൂ, ഞാൻ അമ്മയ്ക്ക് എന്റെ കൈകൊണ്ട് തരാം. മരുമകളെ, ഈ നവരാത്രിയുടെ വ്രതം നീ എടുക്കുന്നുണ്ടെങ്കിലും ഇത്തവണയും ഗ്രാമനിവാസികൾ അവരുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് വിടില്ല. നീ കന്യാപൂജ പിന്നെ എങ്ങനെ ചെയ്യും? അമ്മേ, ഞാനെല്ലാം മാ ദുർഗയിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അമ്മയ്ക്കായി പൂജ ചെയ്യും. അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കന്യാപൂജ തീർച്ചയായും നടക്കും. ഭക്തൻ ഭഗവാന്റെ ദർശനം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭഗവാനും തന്റെ ഭക്തരുടെ സ്നേഹത്തിന്റെ വശ്യതയിൽ പെട്ടുപോകാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നതാണെന്ന് പറയുന്നത്. നവരാത്രിയുടെ ദിനത്തിൽ മാ ദുർഗ തന്റെ ഭക്തരെ പരീക്ഷിക്കാൻ വരുമെന്നാണ് പറയപ്പെടുന്നത്. 9 ദേവിമാർ ഭൂമിയെ ചുറ്റുകയായിരുന്നു. ദുർഗാഷ്ടമിയുടെ ദിവസമായിരുന്നു അന്ന്. 9 ദേവിമാരും കുഞ്ഞു കുഞ്ഞു പെൺകുട്ടികളുടെ രൂപത്തിലേക്ക് മാറി. മുഷിഞ്ഞ വൃത്തികെട്ട വേഷവുമായി വീടുകൾ കയറാൻ തുടങ്ങി. ഞങ്ങൾ 9 സഹോദരിമാരും പട്ടിണിയിലാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? പോ, ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ കന്യാപൂജ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ രൂപമൊന്ന് നോക്കൂ. ഏതോ ഭിക്ഷക്കാരന്റെ മക്കളെ പോലെയുണ്ട്. 9 ദേവിമാരും ഗ്രാമത്തിലെ പല വീടുകളിലും പോയി. എന്നാൽ അവരുടെ രൂപം കണ്ട് ആരും അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല. 9 ദേവിമാർ മറ്റൊരു വീട്ടിലെത്തി. അമ്മേ, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ. ഇന്ന് ദുർഗാഷ്ടമിയല്ലേ? ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നു. ഇല്ല, ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലെ കന്യാപൂജയ്ക്ക് ക്ഷണിക്കില്ല. ഞങ്ങളുടെ മുഴുവൻ വീടും നിങ്ങൾ ചീത്തയാക്കും. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഈച്ചയും വന്നിരിക്കുന്നു. നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് അസുഖങ്ങൾ വിളിച്ചു വരുത്തണോ? എന്നെ അമ്മയെന്ന് എന്തിനാണ് വിളിച്ചത്? ഞാൻ നിങ്ങളുടെ അമ്മയൊന്നുമല്ല. എന്നെ അമ്മയെന്ന് വിളിക്കാൻ വന്നിരിക്കുന്നു. വേഗം ഇവിടുന്ന് പോ. ചേട്ടാ, അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കന്യാപൂജയ്ക്ക് ക്ഷണിക്കൂ. മാ ദുർഗയുടെ രൂപമായ കുട്ടികൾ അവിടെ നിന്നും പോകാനൊരുങ്ങി. അപ്പോഴേക്കും പാർവതി അവിടെ എത്തി. നിൽക്കൂ കുട്ടികളെ, നിങ്ങൾ എനിക്കൊപ്പം എന്റെ വീട്ടിലേക്ക് വരൂ. ഞാൻ നിങ്ങൾക്ക് മാ ദുർഗയുടെ പൂജാപ്രസാദം കഴിക്കാൻ നൽകാം. കഴിക്കുമല്ലോ? ആഹാ, പൊക്കോളൂ. ഈ മച്ചിയുടെ കൂടെ പൊക്കോളൂ. ഇവളെ അമ്മയെന്ന് വിളിച്ചോ, അല്ലെങ്കിൽ ഇവളെ അമ്മയെന്ന് വിളിക്കാൻ ആരുമില്ല. പാർവതി, നീ ഇപ്പോൾ 9 കുട്ടികളുടെ അമ്മയായില്ലേ? അതും 9 പിച്ചക്കാരി കുട്ടികളുടെ. പാർവതി അവർ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല. ആ കുട്ടികളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വരൂ, ഞാൻ നിങ്ങളുടെ എല്ലാം കാല് കഴുകിത്തരാം. ഇനി സമാധാനത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കൂ. നീ ഈ കുട്ടികളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇവരുടെ അവസ്ഥ ഒന്ന് നോക്ക്. കുട്ടികൾ വിശന്നിരിക്കുകയായിരുന്നു. ആരും അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. കുട്ടികൾ ഭഗവാന്റെ രൂപമല്ലേ? കുട്ടികളും മാ ദുർഗയെപ്പോലെ തന്നെയല്ലേ? മാ ദുർഗയുടെ ആഗ്രഹം ഞാൻ ഈ കുട്ടികൾക്ക് കന്യാപൂജ ചെയ്യണമെന്നായിരിക്കും. സാരമില്ല ഹരീഷ്, ഗ്രാമവാസികൾ അവരുടെ കുട്ടികളെ നമ്മുടെ വീട്ടിലേക്ക് അയക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഈ കുട്ടികളെ പൂജ ചെയ്ത് മാ ദുർഗയുടെ അനുഗ്രഹം വാങ്ങൂ. ഹരീഷും പാർവതിയും ചേർന്ന് കുട്ടികളുടെ പൂജ ചെയ്തു. ശേഷം ഹൽവയും പൂജാപ്രസാദങ്ങളും കഴിക്കുവാൻ നൽകി. അമ്മേ, പ്രസാദം വളരെ സ്വാദിഷ്ടമാണ്. എന്താ സഹോദരിമാരെ, അമ്മ സ്വാദിഷ്ടമായ ഭക്ഷണമല്ലേ നൽകിയത്? എല്ലാ കുട്ടികളും ചിരിച്ചുകൊണ്ട് അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. കുറച്ചുനേരം പാർവതി ആ കുട്ടികളെ തന്നെ നോക്കിയിരുന്നു. മാ ദുർഗ, ഈ 9 കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഈ കുട്ടികളുടെ അമ്മയായതുപോലെ തോന്നുന്നു. എത്ര സൗന്ദര്യവും ഓമനത്വമുള്ള കുട്ടികളാണിവർ. എല്ലാ കുട്ടികളും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ പാർവതിയോട് പറഞ്ഞു, അമ്മേ, ഇനി ഞങ്ങൾക്ക് പോകാൻ സമയമായി. ഞങ്ങൾക്ക് ഉടനെ തന്നെ പോകേണ്ടതുണ്ട്. ഇല്ല, നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ പോയാൽ എന്നിലെ അമ്മ പിന്നെയും ഒറ്റയ്ക്കാകും. അമ്മേ, ഇനി നിന്റെ മടി ഒഴിഞ്ഞു കിടക്കില്ല. ഞങ്ങൾ നിന്നെ അമ്മയെന്ന് വിളിച്ചു. നീ ഒരമ്മയെപ്പോലെ ഞങ്ങളെ ശ്രദ്ധിച്ചു. ഞങ്ങളെ ഇത്രയും സ്നേഹിച്ചു. നീ ഞങ്ങളുടെ പരീക്ഷയിൽ വിജയിച്ചു. നിന്റെ പൂജയിലും ഭക്തിയിലും പ്രസന്നരായി ഞങ്ങൾ 9 ദേവിമാർ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് 9 ദേവിമാരും അവരുടെ സ്വന്തം രൂപത്തിലേക്ക് മാറി. തന്റെ മുൻപിൽ 9 ദേവിമാരെ കണ്ട് പാർവതി അതിസന്തുഷ്ടയായി. 9 ദേവിമാരും അവൾക്ക് അനുഗ്രഹം നൽകി.
കുറെ നാളുകളായി കിടപ്പിലായിരുന്ന പാർവതിയുടെ അമ്മായിയമ്മ അവരും എണീറ്റ് നിന്ന് 9 ദേവിമാരെയും പ്രണമിച്ചു. ദേവിമാർ പാർവതിയുടെ കുടുംബത്തിന് ദർശനം നൽകിയ ശേഷം അപ്രത്യക്ഷമായി. അതുകൊണ്ടാണല്ലോ പറയുന്നത്, വിശക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും ആട്ടിപ്പായിക്കാതെ സ്നേഹത്തോടെ അവരെ സഹായിക്കണം. ദൈവം ഏതു രൂപത്തിലാവും പ്രത്യക്ഷപ്പെടുക എന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവൻ സഫലമാക്കാൻ അത് സഹായിക്കും. 9 ദേവിമാർ പാർവതിയുടെ വീട്ടിൽ 9 കുട്ടികളായി എത്തി. പാർവതിയെ അമ്മയാക്കി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പാർവതിക്ക് 2 കുട്ടികൾ ജനിച്ചു. ഗ്രാമവാസികൾ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ അവരും ദുർഗാമായോട് ക്ഷമ ചോദിച്ചു. ഇനി മറ്റൊരാളോട് മോശമായി പെരുമാറുകയില്ലെന്ന് പ്രതിജ്ഞയും എടുത്തു. അനുരാഗ് വിദേശത്ത് ഒരു വലിയ ഡോക്ടറായിരുന്നു. അവൻ ചില നാളുകൾ ലീവെടുത്ത് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. ഇതാലോചിച്ച ദുർഗാദേവി മുഴുവൻ വീടും തലയിൽ വെച്ച് ഇരുന്നുകൊണ്ടിരുന്നു. അയ്യോ, എന്തെങ്കിലും ചെയ്യേ. എത്ര നേരം നീ ചുമ്മാതെ നിൽക്കും? എത്ര വർഷം കഴിഞ്ഞാ നമ്മുടെ മോൻ വിദേശത്തുനിന്ന് വരുന്നത്? അവൻ വരുമ്പോൾ നീ ഇങ്ങനെ മുഖം ചൊളിച്ചുകൊണ്ട് നിന്നാൽ പാവം, അവന് വിഷമമാകും. നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ? എന്റെ മകൻ വരുന്ന സന്തോഷം എനിക്കില്ലേ? പക്ഷെ ഞാൻ എന്താ ദേഷ്യത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഫോണിൽ അവൻ പറഞ്ഞിരുന്നു ഒരു വിദേശ പെൺകുട്ടി അവൻ കല്യാണം കഴിച്ചു എന്ന്. എന്താ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എന്തു കുറവാ? എന്തിനാ അവൻ വിദേശ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വരുന്നത്? എടി ദുർഗേ, നീ അവളെ മീറ്റ് ചെയ്യാതെ എന്തിനാ അവളെക്കുറിച്ചും അവനെക്കുറിച്ചും വിഷമിക്കുന്നത്? ആർക്കറിയാം, വിദേശത്തെ പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ കൾച്ചറൊക്കെ അനുസരിച്ച് ജീവിക്കുന്നൊരു പെണ്ണാണെങ്കിലോ? നീ കുറച്ചൊന്ന് ചിരിക്ക്. ഞാൻ ഇപ്പോഴെന്റെ മോനോട് സംസാരിച്ചത്. അവൻ എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ചു വരുവാ. കുറച്ചു നേരത്തിനുള്ളിൽ അവനിങ്ങ് എത്തും. അനുരാഗ് വിദേശത്ത് തന്നെ ഗ്രേസി എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു. അവളും അവനെ പോലെ തന്നെ ഒരു ഡോക്ടറാണ്. ദുർഗേ, ടാക്സിയുടെ ശബ്ദം കേൾക്കുന്നു. അനുരാഗ് വന്നതായിരിക്കും. അച്ഛാ, അമ്മേ, എന്നെ അനുഗ്രഹിക്കൂ. അമ്മേ, ഇത് ഗ്രേസി, അമ്മയുടെ മരുമകളാ. നിനക്ക് കല്യാണം കഴിക്കാൻ ഈ വിദേശ പെൺകുട്ടിയെ കിട്ടിയുള്ളൂ? നമസ്കാരം അച്ഛാ. നമസ്കാരം അമ്മേ. അയ്യോ, നന്നായി വരൂ മക്കളെ. മോനെ അനുരാഗെ, വെളിയിൽ നിൽക്കാതെ അകത്തേക്ക് വരൂ. എന്താടാ, ആ പെൺകുട്ടിക്ക് 4 വാക്ക് മലയാളം പഠിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണോ? അമ്മേ, എനിക്ക് മലയാളം അറിയാം. എന്റെ അമ്മ ഇന്ത്യനാണ്. അവരാണ് എനിക്ക് മലയാളം പഠിപ്പിച്ചു തന്നത്. ഓ അതെയോ? അപ്പൊ നിന്റെ അമ്മ ഒരു വിദേശിയെ കല്യാണം കഴിച്ചോ? ഇപ്പൊ അവന് നിന്നെ കിട്ടി. ദുർഗേ, പറയുന്നത് ചിന്തിച്ചിട്ട് പറയ്. മരുമോള് വന്നിട്ട് 2 മണിക്കൂർ പോലും ആയില്ല. നീ ഇപ്പോഴേ തുടങ്ങിയോ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞാനെന്താ തെറ്റായി പറഞ്ഞേ? ഇവിടെ നോക്കു മരുമകളെ, ഞങ്ങളുടെ രീതി അനുസരിച്ച് പുതുതായി കല്യാണം കഴിഞ്ഞു വന്ന മരുമകളെ കാണാൻ ഞങ്ങളുടെ ബന്ധുക്കൾ വരും. അവരുടെ മുന്നിൽ വെച്ച് നിന്റെ വിദേശ ശീലങ്ങളൊന്നും അവരോട് കാണിക്കണ്ട. അമ്മേ, ഗ്രേസി വിദേശത്ത് പഠിച്ചാലും നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ചാ വളർന്നത്. വൈകുന്നേരം എല്ലാവരും അവളുടെ മുഖം കാണാൻ വന്നിരുന്നു. ഇവിടെ നോക്കുമോളെ, സാരിയുടെ തലപ്പ് മുഖത്ത് മൂടിയിട്ട് പോ. പിന്നെ വന്നവരെല്ലാവരും മരുമകൾക്ക് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് പറയാനാണോ? അതെ ദുർഗാദേവി ചേച്ചി, മരുമകൾ വിദേശിയാണ്. പക്ഷേ നമ്മുടെ സമ്പ്രദായം അറിഞ്ഞവളാ തോന്നുന്നു. പക്ഷേ വീട്ടിലെ പണികളൊക്കെ ചെയ്യാനറിയോ? പക്ഷേ ഞാൻ ഇതുവരെ കേട്ടതൊക്കെ വിദേശത്ത് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ച് പിന്നെ കിടക്കുമെന്നാണ്. ഇല്ല ആന്റി, ഞാൻ തീർച്ചയായും ഭക്ഷണം പാചകം ചെയ്യും. ഞാനെല്ലാം എന്റെ അമ്മയിൽ നിന്ന് പഠിച്ചതാണ്. ഇത് നോക്കടി, നിനക്ക് എല്ലാം അറിയില്ലേ? സമ്പ്രദായം ആചാരങ്ങളൊക്കെ വന്നാൽ അവിടെ ജയിക്കുന്നത് ഈ ദുർഗാദേവിയാ. ഇതുപോലെ അമ്മായിമ്മ പറയുന്നത് കേട്ട് ഗ്രേസി മനസ്സിനുള്ളിൽ ഒരുപാട് സന്തോഷിച്ചു. നീ എന്താ പാചകം ചെയ്യുന്ന മോള്? അമ്മേ, ഞാൻ ടൊമാറ്റോ സൂപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കുമാണ്. തണുപ്പ് കൂടുതലല്ലേ, അതുകൊണ്ട് സൂപ്പ് കുടിച്ചാൽ കുറച്ച് തണുപ്പ് കുറയും. അതാ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്റെ മകൻ അനുരാഗ് എന്തുകൊണ്ടാ വീക്കായി പോയതെന്ന്. നീ എരിവ് ഉപ്പ് പുളിയിടാതെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. വെറും തക്കാളി സൂപ്പ് എരിവില്ലാതെ ഉണ്ടാക്കി കൊടുത്താ എങ്ങനെയാ? അതുകൊണ്ടാണ് എന്റെ മകൻ കാണാൻ തന്നെ ഇത്ര മെലിഞ്ഞത്. ശരി, പുറപ്പെട്. ഇന്ന് എന്റെ മകന് ഞാൻ എന്റെ കൈകൊണ്ട് വളരെ രുചിയിലുണ്ടാക്കി കൊടുക്കാം. അവന് ഇഷ്ടപ്പെട്ട ഗോതമ്പ് ലഡു ഞാൻ ഉണ്ടാക്കാം. കുറച്ചെങ്കിലും എന്റെ മകൻ വയറ് നിറയെ കഴിക്കട്ടെ. ദുർഗേ, നീ മറന്നുപോയോ? നമ്മുടെ മോനും മരുമകളും ഡോക്ടറാ. അവരുടെ ആരോഗ്യം എങ്ങനെ നോക്കണമെന്ന് അവർക്ക് അറിയാതിരിക്കുമോ? നീ കുറച്ച് അധികമായി ചിന്തിക്കുന്നുണ്ട്. താ മോളെ, നല്ല ചൂട് തക്കാളി സൂപ്പ് നീ ഇങ്ങ് താ.
ആ വാ, മോളെ സൂപ്പ് അടിപൊളിയായിട്ടുണ്ട്. നീ നന്നായി പാചകം ചെയ്യുന്നുണ്ട്. അമ്മേ, മതി. ഞാൻ ഓൾറെഡി 3 കഴിച്ചു. ഇനി പറ്റില്ല. അത് ശരി, ഇപ്പോഴാ മനസ്സിലായേ മരുമകൾ നിനക്ക് ശരിക്കും ഭക്ഷണം തരുന്നില്ലെന്ന്. അതുകൊണ്ടാ നിന്റെ വയറ് ചുരുങ്ങിപ്പോയത്. നോക്ക്, ഞാനുണ്ടാക്കി തരുമ്പോൾ നീ 6 പൊറോട്ടയ്ക്കല്ലേ കഴിക്കുന്നത്. ഇപ്പൊ വിദേശ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവളെപ്പോലെ തന്നെ മാറി നീ. അവളെ നോക്ക്, പച്ചക്കറി മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നേ മനസ്സിലാകുന്നില്ല. അമ്മേ, ഞാൻ സിസ്ലർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ഒരു തവണ കഴിച്ചു നോക്കൂ. അമ്മേ, എനിക്ക് ആ ഡിഷ് വളരെ ഇഷ്ടമാ. അതുകൊണ്ടാ അവൾ എനിക്ക് എപ്പോഴും അത് ഉണ്ടാക്കി തരുന്നത്. എനിക്ക് നന്നായി മനസ്സിലായടാ. എന്റെ മകൻ വിദേശ പെൺകുട്ടിയോടുകൂടെ ചേർന്ന് വിദേശിയായി തന്നെ മാറിപ്പോയി. ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട്. നമ്മൾ വന്നപ്പോൾ മുതൽ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. ഇതോർത്ത് നീ തെറ്റിദ്ധരിക്കല്ലേ. അയ്യോ ഇല്ലേട്ടാ, ഞാനിതുവരെ അവർ പറഞ്ഞത് തെറ്റായൊന്നും എടുത്തില്ല. അവർ നിങ്ങൾക്കമ്മ, എനിക്ക് എന്റെ അമ്മായിയമ്മ. പക്ഷേ എനിക്കറിയാം, എന്നെങ്കിലും ഒരു ദിവസം അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാനം പിടിക്കും. ഞാൻ ഭാഗ്യം ചെയ്തിട്ടാ നിന്നെ എന്റെ ഭാര്യയായി കിട്ടിയത്. അങ്ങനെ ചില നാളുകളും കടന്നുപോയി. ഒരു ദിവസം, നാളെ രാവിലെ ഞങ്ങൾ പുറപ്പെട്ട് രാത്രി എത്തും. രാത്രിയാണ് അവരുടെ വീട്ടിൽ വലിയ ഫംഗ്ഷൻ. വളയിടൽ ചടങ്ങ് അവരുടെ വീട്ടിൽ നടക്കാൻ പോകുന്നു. ഇപ്പൊ ഇതിനിടയിൽ നിങ്ങൾ വന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്റെ മരുമകളെ മാത്രം കൊണ്ടുപോകാം. ബന്ധുക്കളെല്ലാവരും വരില്ലേ? അവരെല്ലാവരും ഇവളെ കണ്ടതുപോലെ ഇരിക്കട്ടെ. അമ്മേ, ഗ്രേസി എന്തായി കാണിച്ചു വച്ചിരിക്കുന്നത്? ഇത്രയും വെയിറ്റുള്ള സാരിയും ആഭരണങ്ങളുമൊക്കെ. എടാ, അവൾ ഈ വീട്ടിലെ മരുമകളാ. ബന്ധുക്കളൊക്കെ കണ്ട പിന്നെ അവരെന്തു പറയും? അമ്മായിമ്മ മരുമകൾക്ക് സ്വർണ്ണമിട്ടില്ലെന്ന് പറയില്ലേ? വിദേശ മരുമകൾ തന്നെ, പക്ഷെ എനിക്ക് ഈ നാട്ടിലെ മരുമകളാവട്ടെ. ദുർഗാദേവി മരുമകളെയും കൊണ്ട് ആ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലേക്ക് പോയതും, മോളെ മരുമകളെ, ഗ്രാമം വന്നു. നീ മുഖം മറച്ചു നടന്നോ? ഇത് ഗ്രാമമാ. ഇവിടെ എല്ലാ മരുമകളും മുഖം മറച്ചേ നടക്കുള്ളൂ. അമ്മേ, ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ. ഒരുപക്ഷെ കരണ്ട് പോയിരിക്കുമോ? മരുമകളെ, ഇത് ഞങ്ങളുടെ ഗ്രാമം, നിന്റെ വിദേശ നാടല്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകും, ഇടയ്ക്കിടയ്ക്ക് കരണ്ട് വരും. അമ്മേ, എനിക്കെന്തോ എന്റെ കാല് എന്തോ ചെളിയിൽ പെട്ടതുപോലെ തന്നെ തോന്നുന്നു. ഇത് എന്തോ നാറ്റവും അടിക്കുന്നുണ്ട്. മരുമകളെ, ഇത് നാറ്റമടിക്കുന്ന ചേറല്ല, പശുവിട്ട ചാണകമാണ്. ഇതുണക്കി വരട്ടിയായി മാറ്റും. പിന്നെ അത് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാനും ഉപയോഗിക്കും. ആഹാ, സത്യമാണോ? ഇന്ത്യ എത്ര ക്രിയേറ്റീവ് അല്ലേ? പുതുതായി എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വരൂ ദുർഗ ചേച്ചി. ഓഹോ, ഇതാണോ വിദേശ മരുമകൾ? ഈ പട്ടണത്തിൽ ഗ്രാമത്തിലെ അമ്മായിമ്മ, വിദേശ മരുമകൾ ജോഡി നന്നായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് കിട്ടിയ പോലെ ഒരു മരുമകൾ എല്ലാവർക്കും കിട്ടില്ല. അത് ശരിയല്ലേ? ഏട്ടത്തി, നിങ്ങൾ നിങ്ങളുടെ സംസാരമൊന്നും മാറ്റിയിട്ടില്ല അല്ലേ? നിങ്ങൾ കുറച്ചു പോലും മാറിയതേ ഇല്ല. ശരി വരൂ, എന്റെ മരുമകളെ നോക്കൂ. വാ, വിദേശ മരുമകളെ നീയും വാ. പൂനം നോക്ക്, ദുർഗേട്ടത്തി. പിന്നെ അവരുടെ വിദേശ മരുമകൾ നിന്റെ വളയിടൽ ചടങ്ങിന് വന്നതാ. ക്രീസി, നീ സുന്ദരിയാണ്. നിന്റെ മുടി സത്യത്തിൽ വളരെ ഭംഗിയുള്ളതാണ്. നീയും വളരെ സുന്ദരിയാണ് പൂനം. എത്ര മന്ത്, അതായത് എത്ര മാസമാണ് ഇപ്പൊ നടക്കുന്നത്? ഓ അയ്യോ, ഡോക്ടറമ്മ ഇപ്പൊ പണി ചെയ്യാൻ തുടങ്ങി. ക്രേസി, എനിക്കിപ്പോ 7ാമത്തെ മാസമാ. ഇനി 2 മാസം ബാക്കിയുണ്ട്. ഇതുപോലെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. പിന്നെ പൂനമിന്റെ വളയിടൽ ചടങ്ങും നടക്കാൻ തുടങ്ങി. ഗ്രേസിക്ക് ഇതൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷമായിരുന്നു. അപ്പൊ പെട്ടെന്ന്, അമ്മേ, എനിക്ക് വയറ് വേദനിക്കുന്നു. അത് നിർത്തി വേദനിക്കുന്നു. ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ. അതൊന്നും സാരമില്ല. നീ കുറച്ച് മിണ്ടാതിരിക്കും മോളെ. എന്തു പറ്റി മാലതി? പൂനം എന്താ പറയുന്നത്? അതൊന്നുമില്ലേട്ടത്തി, ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അവൾക്ക് കുറച്ച് വയറുവേദന എടുക്കുന്നുവെന്ന്. പൂനം, എങ്ങനെ വേദനിക്കുന്നു നിനക്ക്? കുറച്ച് എന്നോട് പറ. അറിയില്ല ക്രേസി, ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നു. അത് കുറയുന്നുണ്ട്, കൂടുന്നുമുണ്ട്. പക്ഷേ ഇത് പ്രസവ വേദന പോലെയുണ്ടല്ലോ. എനിക്കെന്തോ നിനക്ക് ലേബർ പെയിൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അതായത് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അയ്യോ, അത് 2 മാസമുണ്ട് മോളെ. പിന്നെ എങ്ങനെ ഇപ്പൊ കുഞ്ഞ് ജനിക്കും? നീ ഒന്നും മിണ്ടാതിരി മോളെ. പക്ഷി ചെറിയമ്മേ, എല്ലാ കുട്ടികളും 9 മാസം കഴിഞ്ഞ് ജനിക്കണമെന്നൊന്നുമില്ല. 7 മാസത്തിലും ജനിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഞങ്ങൾ പ്രീമച്യൂർഡ് ബേബി എന്ന് പറയും. അമ്മേ, എന്റെ വേദന കൂടിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു വഴി പറയൂ അമ്മേ. ഇപ്പൊ എന്ത് ചെയ്യും?
ഡോക്ടർ മകന്റെ കല്യാണത്തിന് നാട്ടിലേക്ക് പോയല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ വേറെ വല്ല ഡോക്ടറെ വിളിക്കൂ. അയ്യോ ഏട്ടത്തി, ഇത് ചെറിയ ഗ്രാമം, ഇവിടെ ഒരു ഡോക്ടറെ ഉണ്ടാകുള്ളൂ. ഡോക്ടറും രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് പോകുമല്ലോ. അയ്യോ ദൈവമേ, ഞാനിപ്പോ എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ. ആ ചെറിയമ്മേ, കുഴപ്പമില്ല, ഇപ്പോ ഞാനുണ്ടല്ലോ. ഞാൻ പൂനത്തിനെ അടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോകാം. ഞാൻ അവൾക്ക് ഡെലിവറി നോക്കാം. പക്ഷെ നിങ്ങൾ എനിക്ക് കുറച്ച് സഹായം ചെയ്യണം. പക്ഷേ നീ എങ്ങനെ ചെയ്യും? എനിക്കെന്തോ വളരെ പേടിയാകുന്നുണ്ട്. മാലതി, നീ ഒരു കാര്യം മറക്കുന്നു. ഗ്രേസി വിദേശത്ത് കുഞ്ഞുങ്ങളുടെ ഡോക്ടറാണ്. അവൾ തീർച്ചയായും ഈ പ്രസവം നോക്കിക്കോളും. ഗ്രേസി, കുറച്ച് സഹായിക്കേ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. വിഷമിക്കണ്ട പൂനം, ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളൊക്കെ കുറച്ച് പുറത്തിരിക്കൂ. ഞാൻ അവളുടെ ഒപ്പം ഒറ്റയ്ക്കിരിക്കണം. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തിൽ ഗ്രേസി ഒരു ഭംഗിയുള്ള കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് മാലതിയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. അഭിനന്ദനങ്ങൾ ചെറിയമ്മേ, പൂനം ഒരു ഭംഗിയുള്ള ആൺകുട്ടിയെ പ്രസവിച്ചെടുത്തിരിക്കുന്നു. പൂനവും കുഞ്ഞും വളരെ നന്നായിരിക്കുന്നു. മോളെ ഗ്രേസി, ഇന്ന് നീ കാരണമാണ് എന്റെ മരുമകളും പേരക്കുട്ടിയും നന്നായിരിക്കുന്നത്. നന്നായിരിക്കണം മോളെ, നീ എപ്പോഴും ജീവിതത്തിൽ വളരെ നന്നായിരിക്കണം. എനിക്ക് എന്റെ വിദേശ മരുമകളെ വിചാരിച്ച് വളരെ അഭിമാനം തോന്നുന്നു. അതായത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ എം പ്രൗഡ് ഓഫ് യു. അമ്മേ, നിങ്ങൾ എന്റെ ബെസ്റ്റ് മദറിനല്ലോ. ലവ് യു അമ്മേ. ഗ്രേസിയുടെ ആ നല്ല സ്വഭാവം അന്ന് എല്ലാവരുടെ മനസ്സെയും ജയിച്ചിരുന്നു. എല്ലാവരും പറയുന്ന പോലെ മനുഷ്യർ അവരുടെ സ്വഭാവത്തിലാണ് ജയിക്കുക. ഈ ഒരു കാര്യം ഇന്നാണ് ദുർഗാദേവിയും മനസ്സിലാക്കിയത്. Thanks for watching.